നമുക്ക് ഓരോരുത്തർക്കും 2025 വളരെ മികച്ച വർഷമായിരിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ അത് എങ്ങനെ പ്രാവർത്തികമാക്കും? നമ്മൾ ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്നത്. ആ ആഗ്രഹങ്ങളെ എങ്ങനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് വിമൻസ് എനിക്ക് കോൾ ചെയ്യാറുണ്ട്. ഞാൻ അവരെ 1-to-1 സെഷനിൽ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്കില്ലുണ്ട്, പക്ഷേ അത് എങ്ങനെ അത് പ്രാവർത്തികമാക്കണമെന്ന് അറിയില്ല. ഒരു ഭയമാണ്, തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഭയമാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾക്കൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് പണമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഒക്കെ നമ്മൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് ആദ്യമായി വേണ്ടത് ഒരു കോൺഫിഡൻസ് ലെവലാണ്. നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി നമ്മൾ സക്സസ് ആയി എന്ന് വേണം കരുതാനായിട്ട്. അത് കോൺഫിഡൻസ് ലെവൽ നമുക്ക് എപ്പോഴാണ് വർദ്ധിക്കുന്നത്? നമുക്ക് അറിവുണ്ട്. ആ അറിവ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായും ഓരോ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ പൂർണ്ണമായ അറിവ് കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ആ പൂർണ്ണതയിലേക്ക് എത്തുന്നത് നമ്മൾ ഓരോ ദിവസവും ചെറിയ ചെറിയ ചുവടുകൾ വെക്കുമ്പോഴാണ്. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തു പോകുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം പൂർണ്ണമായും പഠിച്ചു പോകുന്നത്. സോ അല്ലാതെ നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് സാധ്യമല്ല. അതിനാൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത് ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുക. ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം എത്ര വലിയ കാര്യമായാലും അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് വീണ്ടും വീണ്ടും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തുടങ്ങുക എന്നുള്ളതാണ്. 2025 നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വനിത എന്ന നിലയ്ക്ക് ഒരു സംരംഭം തുടങ്ങുവാനാകട്ടെ, അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ 3 വർഷങ്ങൾക്ക് ശേഷമോ ആയിരിക്കാം അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചുവട് വെച്ചാൽ മാത്രമേ അതൊരു 3 വർഷത്തിന് ശേഷമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നുമല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങൾ ഈ നിമിഷം തന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക, അതിനായി പ്ലാൻ ചെയ്യുക, ഓരോ കാര്യങ്ങൾ ചെറുതായി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്.